വെൽക്കം ടു പെപ്പ് ലേണിംഗ്. ജാമിയ മില്ലിയ ഇസ്ലാമിയ അവരുടെ 2024-25 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ജാമിയ മില്ലിയ ഇസ്ലാമിയുടെ കോഴ്സുകൾ, ഏതൊക്കെയാണ്, എന്തൊക്കെ കോഴ്സുകളാണുള്ളത്, എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്സ്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട തീയതികൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും പ്രത്യേകമായിട്ട് പറയാമെന്ന ഉദ്ദേശത്തിലാണ്. ജാമിയ മില്ലിയ ഇസ്ലാമിയയിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് മറ്റ് കോമൺ ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷനിൽ നിന്ന് വ്യത്യസ്തമായി ജാമിയ തന്നെ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ്. സ്വാഭാവികമായിട്ടും ജാമിയ തന്നെ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ജാമിയയിൽ മാത്രമാണ് പ്രധാനമായിട്ടും സെൻറ്റർ ഉള്ളത്. പക്ഷേ ചുരുങ്ങിയ ചില കോഴ്സുകൾക്ക് മാത്രം ജാമിയ അല്ലാത്ത ഡൽഹിക്ക് പുറത്ത് സെൻറ്ററുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏതൊക്കെയാണ് ആ സെൻറ്ററുകൾ, കേരളത്തിൽ എവിടെയാണ് സെൻറ്റർ ഉള്ളത്, ഏതൊക്കെ കോഴ്സുകൾക്കാണ് കേരളത്തിൽ സെൻറ്റർ ഉള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് പപ്പിനെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ കണ്ടന്റുകൾക്ക് നിങ്ങൾ നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ജാമിയ മില്ലിയ ഇസ്ലാമിയയെ സംബന്ധിച്ചിടത്തോളം എൻട്രൻസ് എക്സാമിനേഷൻ സെന്ററുകൾ ഡൽഹിയിലാണ് പ്രധാനമായിട്ടുള്ളത്. അത് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് ചോദിക്കുന്നതാണ്. ഡൽഹിക്ക് പുറമെ ലക്നോ, ഗുവാഹട്ടി, പാറ്റ്ന, കൊൽക്കത്ത, ശ്രീനഗർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് സെന്റർ ഉള്ളത്. അപ്പോൾ കേരളത്തിൽ മനസ്സിലാക്കുക, തിരുവനന്തപുരത്ത് മാത്രമാണ് സെൻറ്റർ ഉള്ളൂ. അപ്പോൾ ട്രിവാൻഡ്രം സെൻറ്ററിലേക്ക് വരുന്ന സമയത്തും അതുപോലെ തന്നെ മറ്റ് ഡൽഹി അതർദാൻ സെൻറ്റേഴ്സിലെല്ലാം ഏതൊക്കെ കോഴ്സുകൾക്കാണോ ഓപ്ഷൻ ഉള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ഒന്ന് MCA ആണ്, മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. MA എക്കണോമിക്സ് ആണ്. മറ്റൊന്ന് B.Ed ആണ്. മറ്റൊന്ന് MBA ഇന്റർനാഷണൽ ബിസിനസ്, MBA ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് ഫാമിലി ബിസിനസ്, MA സോഷ്യൽ വർക്ക്, MA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, BSc എയറോനോട്ടിക്സ്, മെക്കാനിക്കൽ ഓർ അവിയോണിക്സ്, ഈ പറയുന്ന സ്പെഷ്യലൈസേഷൻ ആണ്. MA ഇംഗ്ലീഷ്, MA അറബിക്, MA സൈക്കോളജി, MA ഹിസ്റ്ററി, ഡിപ്ലോമ എഞ്ചിനീയറിംഗ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾക്ക് കേരളത്തിൽ തിരുവനന്തപുരത്ത് സെൻറ്റർ ഉള്ളതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ബാക്കി എല്ലാ കോഴ്സുകൾക്കും BA കോഴ്സുകൾക്കും BCom, BBA, അതുപോലെ തന്നെ MA, മറ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത MA കോഴ്സുകൾ, MSc കോഴ്സുകൾക്കെല്ലാം ഡൽഹിയിൽ മാത്രമാണ് സെൻറ്റർ ഉള്ളതെന്നുള്ളതാണ് മനസ്സിലാക്കുക. അപ്പോൾ ജാമിയ മില്ലിയ ഇസ്ലാമിയ എൻട്രൻസ് എക്സാമിനേഷൻ അപേക്ഷിക്കുന്ന ഈ ലിസ്റ്റിൽ പെടാത്ത കോഴ്സുകൾക്ക് അപേക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ജാമിയയിലേക്ക് എൻട്രൻസ് എക്സാമിനേഷൻ സമയത്ത് യാത്രക്ക് വേണ്ടി തയ്യാറെടുക്കുക കൂടി വേണം. അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷനോട് അടുപ്പിച്ചിട്ടുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ നേരത്തെ തന്നെ തയ്യാറെടുത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ജാമിയ സെൻറ്റർ നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരമാണ് അവർക്ക് സെൻറ്റർ ഉണ്ടാവുക. ഈ പറയുന്ന കോഴ്സുകൾക്കെല്ലാമാണ് തിരുവനന്തപുരത്തുള്ളത്. ബാക്കി എല്ലാ കോഴ്സുകൾക്കും ഓൾ അതർ കോഴ്സസ് സെൻറ്റർ വരുന്നത് ഡൽഹിയിലായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഈ അപ്ഡേറ്റ് ആണ് എല്ലാവർക്കുമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അപ്പം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.